ദിലീപ് കുമാർ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ദിലീപ് കുമാർ, ഈ സസൂക്ഷ്മം UDF ക്യാമ്പിലെ കാര്യങ്ങൾ LDF നേതൃത്വം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അഭ്യൂഹങ്ങൾക്കൊക്കെ വിരാമമായിരിക്കുന്നു. പല പേരുകളുമൊക്കെ നേരത്തെ പറഞ്ഞു കേട്ടെങ്കിലും ഇപ്പോൾ ആ നാട്ടുകാരൻ തന്നെയായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സ്വരാജിനെ തന്നെ കളത്തിലേക്ക് ഇറക്കുകയാണ്. നേരത്തെ ഒരു പൊതുവായി വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ഒരു പൊതു സ്വതന്ത്രൻ എന്നുള്ള ആലോചനയിലേക്കൊക്കെ CPIM കടന്നിരുന്നെങ്കിൽ അങ്ങനെയല്ല, ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിന് തന്നെ CPIM തയ്യാറെടുക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന ഈ സ്ഥാനാർത്ഥിത്വത്തിലുണ്ട്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് ഉറപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ടോ ഈ തീരുമാനത്തിലൂടെ CPIM നേതൃത്വം? ദിലീപ് കുമാർ. എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ CPIM രാഷ്ട്രീയ പോരാട്ടത്തിന് തന്നെ, അതായത് മണ്ഡലം നിലനിർത്താൻ തന്നെ ഉറപ്പിച്ചിരിക്കുകയാണെന്ന നിലയിലാണ് അവരുടെ തീരുമാനം വന്നിരിക്കുന്നത്. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെയാണ് CPIM ഇപ്പോൾ നിലമ്പൂർ നിലനിർത്തുന്നതിന് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 9 വർഷം CPIM സഹയാത്രികനായി ഇടതുമുന്നണി MLA ആയി PV അൻവർ പ്രവർത്തിച്ചിരുന്നു. മണ്ഡലത്തെ ഇടതുപാളയത്തിലേക്ക് ദശാബ്ദങ്ങൾക്ക് ശേഷം അടുപ്പിച്ചതും PV അൻവറാണ്. 2016 PV അൻവർ മണ്ഡലത്തെ ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തി ഇടതു ചേരിയിലേക്ക് അടുപ്പിച്ചത്. 2021 PV അൻവർ വിജയം ആവർത്തിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് PV അൻവർ CPIM നേതൃത്വവുമായും മുഖ്യമന്ത്രിയുമായും ഒക്കെ കലഹിച്ച് മുന്നണി വിടുന്ന സ്ഥിതി ഉണ്ടായി. ആ മണ്ഡലം കഴിഞ്ഞ 9 വർഷം ഇടതുമുന്നണി പ്രതിനിധാനം ചെയ്ത മണ്ഡലം നിലനിർത്തുക എന്ന ദൗത്യമാണ് എം സ്വരാജിന് നൽകിയിട്ടുള്ളത്. മാത്രമല്ല, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ നല്ലൊരു മത്സരം കാഴ്ചവെക്കുക, മണ്ഡലം നിലനിർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായാണ് CPIM കാണുന്നത്. അതുകൊണ്ടാണ് സ്വതന്ത്ര പരീക്ഷണങ്ങൾക്കൊന്നും CPIM മുതിരാതെ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂർ സ്വദേശിയുമായ എം സ്വരാജിനെ തന്നെ ഈ മണ്ഡലം നിലനിർത്തുന്നതിന് വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. സ്വരാജിൻ്റെ വരവോടുകൂടി മണ്ഡലത്തിൽ തീപാറും മത്സരമുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. മറുവശത്ത് PV അൻവർ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. നേരത്തെ UDFന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി അദ്ദേഹം തൻ്റെ നിലപാട് തിരുത്തുകയാണ് ചെയ്തത്. എന്നാൽ UDFൽ അസോസിയേറ്റ് ഘടകകക്ഷിയാക്കാമെന്നത് അടക്കമുള്ള വാഗ്ദാനങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട്. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനെതിരായ പരാമർശങ്ങൾ പിൻവലിക്കണം എന്നതാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അത് ഉടൻ ഉണ്ടാകുമോ എന്നതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്. ഏതായാലും PV അൻവറിനോടുള്ള നിലപാടിലും ഇനിയിപ്പോൾ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി UDF നേതാക്കളുടെ മനസ്സിലിരിപ്പ് മാറും, അവരുടെ സമീപനം മാറും എന്ന കാര്യം ഉറപ്പാണ്. PV അൻവറും ആര്യാടൻ ഷൗക്കത്തിനോടുള്ള എതിർപ്പ് നേരത്തെയുള്ളതുപോലെ തുടരില്ല. ഒരുപക്ഷെ നിരുപാധിക പിന്തുണ എന്ന നിലയിലേക്ക് അത് മാറുന്നതിനുമുള്ള സാധ്യതയുണ്ട്. അത്തരം രാഷ്ട്രീയ പരിണാമങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ കേരളത്തിന് ഒരുപക്ഷെ കാണാൻ കഴിഞ്ഞേക്കും. എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി CPIM ശക്തമായ മത്സരത്തിന് നിലമ്പൂരിൽ തുടക്കമിട്ടിരിക്കുകയാണ്. എന്തായാലും ഈ തീരുമാനത്തെ വലിയ ആവേശത്തോടു കൂടിയാണ് നിലമ്പൂരിലെ CPIM പ്രവർത്തകർ സ്വീകരിക്കുന്നത്. വലിയ ആഹ്ലാദ പ്രകടനമൊക്കെ നടക്കുന്നു. നേരത്തെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളുന്ന ഘട്ടത്തിൽ UDF ക്യാമ്പിൽ നിന്ന് നേതാക്കളുടെ അടക്കം ഭാഗത്ത് നിന്ന് ഉയർന്നു കേട്ട വിമർശനം നിങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെയെന്നുള്ളതാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം തന്നെ, ആ നാട്ടുകാരനായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം തന്നെ മണ്ഡലത്തിലുണ്ടല്ലോ, എന്നിട്ടും എന്താണ് എം സ്വരാജിനെ കളത്തിലിറക്കാത്തത്, എം സ്വരാജ് മത്സരരംഗത്തേക്ക് വരട്ടെ എന്നുള്ളതൊക്കെ UDF ക്യാമ്പിൽ നിന്ന് ഉയർന്നു കേട്ട പ്രതികരണങ്ങളായിരുന്നു. ഇപ്പോഴെന്തായാലും എം സ്വരാജിനെ തന്നെയാണ് CPIM ആ ചുമതല ഏൽപ്പിക്കുന്നത്. പാർട്ടി ചിഹ്നത്തിൽ തന്നെ അവിടെ സ്ഥാനാർത്ഥി വരാൻ പോകുന്നു. അതിശക്തമായ പോരാട്ടത്തിലേക്ക്, വാശിയേറിയ വലിയ ആവേശം നൽകുന്ന ഒരു പോരാട്ടത്തിലേക്ക് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രം മാറുകയാണ്.